സെയിം ടൈം ഈ കമന്റ്സിൽ വന്ന് വളരെ മോശമായിട്ട് പറഞ്ഞിട്ട് പേഴ്സണൽ മെസ്സേജിൽ വന്ന് നമ്മളോട് നല്ല രീതിയിൽ ഫ്ലേർട്ട് ചെയ്ത് മെസ്സേജ് അയക്കുന്നവരുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്ത ഒന്നാമത്തെ കാര്യം. നമ്മുടെ കേരളത്തിലെ ആളുകളുടെ ലൈംഗിക ദാരിദ്ര്യം എന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് എനിക്ക് വരുന്ന കമന്റ്സുകൾ മുഴുവൻ അതും വിത്ത് എലോങ് സ്ത്രീകളാണ് പറയുന്നത്. ഞാൻ എന്റെ ശരീരത്തിൽ ഞാൻ കോൺഫിഡന്റ് ആണ്. ഞാൻ ഈ റീൽസ് ചെയ്യുമ്പോഴും ഞാൻ ചെയ്തത് റീസെന്റ് ആയിട്ട് ചെയ്തതിലാണ് മേക്കപ്പോട് കൂടി ചെയ്തത്. ബാക്കിയെല്ലാം വിത്തൗട്ട് മേക്കപ്പ്. ഞാൻ എന്നെ തന്നെ നാച്ചുറൽ ആയി കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതില് നമ്മൾ സ്വന്തം ശരീരത്തിൽ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ അത് കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. അപ്പൊ ആളുകൾ വന്നിട്ട് പറയുന്നത് എലോങ് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അതാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. അത് ഇപ്പം ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമില് കമന്റ്സ് ഓഫ് ആക്കിയാലും ഇത് വേറെ സ്ഥലത്ത് പോസ്റ്റ് ചെയ്യുമല്ലോ, വേറെ FB-യിലായിക്കോട്ടെ, അവിടെയൊക്കെ വന്ന് കമന്റ്സ് ചെയ്യുന്നത് വായിക്കാൻ പോലും കൊള്ളാത്താണ് കമന്റ് ചെയ്യുന്നത്. പിന്നെ അത് വിട്ടു. ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ കുറെ കഷ്ടതകളാണ് നമ്മൾ അനുഭവിക്കുന്നത്. വീട്ടിലും ഈ ഒരു അവസ്ഥയായിരിക്കുമല്ലോ. നമ്മൾ സൊസൈറ്റിയുടെ പരിച്ഛേദമാണല്ലോ വീടും. അപ്പം അവിടുത്തെ ഒരു സമീപനം എന്താണ്? ഇപ്പം ഈ അവസ്ഥ വരെ എത്തിയല്ലോ, അപ്പം കുറച്ചുകൂടെ കൂടുതൽ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാണ്. സിനിമ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതും രാംഗോപാൽ വർമ്മയെ കുറിച്ച് വീട്ടുകാർക്ക് വേണമെങ്കിൽ അറിഞ്ഞുകൂടെങ്കിൽ നാട്ടുകാർ പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെയായിരിക്കും കുറച്ചുകൂടെ ഇത് ഡ്രൈവ് ചെയ്ത് പോകുമ്പോ എല്ലാം നേരിടേണ്ടി വരുന്ന ശ്രീലക്ഷ്മിയാണ്. ഗുണവും ദോഷവും ഒക്കെ നേരിടേണ്ടി വരുന്ന ശ്രീലക്ഷ്മിയാണ്. എങ്ങനെ നേരിടും? ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ? അല്ല, ഞാന് റീൽസ് ചെയ്ത് തുടങ്ങുമ്പോഴൊന്നും വീട്ടിൽ നിന്ന് പ്രശ്നമില്ല. ആൻഡ് ഞാൻ വൺസ് ഷൂട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തുള്ള ആളുകൾ റിലേറ്റീവ്സ് വന്ന് പറയുകയാണ്, ശ്രീലക്ഷ്മി ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ അച്ഛനോട് വന്നിട്ട്, എന്റെ അച്ഛന്റെ കൂട്ടുകാരൊക്കെയാണ്, അവർ ആരൊക്കെയാണെന്നറിയില്ല, അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു. അവരോടൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ല, ഞാൻ അവരോടൊന്നും തിരിച്ചു പറഞ്ഞില്ല. എനിക്ക് തിരിച്ചു പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇത് എന്റെ ലൈഫാണ്. നമുക്ക് ആളുകളെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം അവര് വളർന്നു വന്ന ചുറ്റുപാട്, അവരുടെ സർക്കംസ്റ്റൻസസ് ആണ് അവരെ, ആ വ്യക്തിയെ അങ്ങനെയാണ് മാറ്റിയിരിക്കുന്നത്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മൾ എങ്ങനെയാണോ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കുക. ആളുകളെ നമ്മൾ മാറ്റാൻ പോവാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ചെറുപ്പത്തില് ഭയങ്കര സ്കിന്നി ആയിരുന്നു. ഞാനൊരു +1 +2 ആയപ്പോഴാണ് ഒന്ന് കുറച്ചൊക്കെ തടിച്ചു വന്നത്. അപ്പൊ ആ ടൈമില് തോട്ടി അങ്ങനെയൊക്കെ വിളിക്കാതെ അപ്പൊ നമുക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഞാൻ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ളത് എന്റെ ഫീച്ചേഴ്സിലാണ്. എന്നെ യുണീക്ക് ആക്കുന്നത് എന്റെ ഫീച്ചേഴ്സ് ആണ്. അതിപ്പോ ഞാനെന്നല്ല, ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, നമുക്ക് തന്നിരിക്കുന്ന ഫീച്ചേഴ്സിൽ നമ്മൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ക്യാമ്പസിലൊക്കെ എങ്ങനെയാണ് എല്ലാവരും വന്നിട്ട്? ഇപ്പം എന്തായാലും അഭ്യർത്ഥനയെ കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല. ഇപ്പം തെരുതര വരുന്നുണ്ടാവും. അതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു അവസ്ഥ പറയും. ഞാൻ ഡിഗ്രി ചെയ്ത CMS കോളേജിലാണ്, BSc കെമിസ്ട്രി.